ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ വിറ്റ്ലിഗോ എന്നുള്ള രോഗമുള്ള ആൾക്കാർക്ക് ഈ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെളുത്ത പാട് പോലെ അവശേഷിക്കുകയും അത് ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ആകുകയും ചിലപ്പോൾ അത് തന്നെ വീണ്ടും വലുതായി അവിടെ നിന്ന് വീണ്ടും കൂടാൻ തുടങ്ങുകയും ചെയ്യും. പിന്നെ വിറ്റ്ലിഗോ ഉണ്ടാക്കുന്നതിന് വേറെ ഒരുപാട് കോസസ് ഉണ്ട്. പുളിയുള്ള സിട്രസ് ഐറ്റംസ് അധികമായിട്ട് ഉപയോഗിക്കുക, മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അയാൾ ഉറക്കമില്ലാതിരിക്കുക, ശാരീരികമായ പ്രശ്നങ്ങളാണ്, ടെൻഷൻ കൂടുതലുണ്ടായിരിക്കുക, അതുപോലെ ചില ആഹാരങ്ങൾ വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, പിന്നെ അയാളുടെ ജീവിതശൈലി അതിന് മാറ്റം ഉണ്ടാവുക. അപ്പോൾ പകൽ ഉറങ്ങുക, അതായത് സൂര്യനുള്ള സമയത്താണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്, രാത്രിയാണ് ഉറങ്ങേണ്ടതെന്ന് നോർമലായിട്ടൊരെണ്ണമുണ്ട് ആയുർവേദം അനുശാസിക്കുന്നത്. അത് നോക്കാതെ രാത്രി നമ്മൾ ആഹാരം കഴിക്കുക, അത് കഴിച്ച ആഹാരം നേരത്തെ ആണെങ്കിൽ പോലും ദഹിക്കുന്നതിന് മുമ്പ് കിടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഈ വിറ്റ്ലിഗോ രോഗത്തെ വർദ്ധിപ്പിച്ചേക്കാം. അപ്പോൾ ദേഹത്ത് ഉണ്ടാകുന്നൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അത് ഉണ്ടാവത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്.